നമുക്കിനിയും ടിങ്കർ കാർഡിൽ ഒരു സർക്യൂട്ട് തയ്യാറാക്കാം. ആ സർക്യൂട്ടിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ 5 LED ബൾബുകളെ തെളിയിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ടിങ്കർ കാർഡിന്റെ ഡാഷ്ബോർഡിലേക്ക് വരാം. അവിടെ ഡിസൈൻസ് സെലക്ട് ചെയ്യുക. ഉടൻ തന്നെ പ്ലസ് ബട്ടൺ അവിടെ ഉണ്ടാകും. അതിൽ പ്രസ് ചെയ്ത് സർക്യൂട്ട് സെലക്ട് ചെയ്യുക. നമുക്ക് സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാനുള്ള ഒരു പേജ് ഉടനെ തന്നെ വരും. നമുക്ക് ഇവിടെ ഇപ്പോൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനുള്ള പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആദ്യം ബ്രെഡ് ബോർഡ് സെലക്ട് ചെയ്യാം. ബ്രെഡ് ബോർഡ് സെലക്ട് ചെയ്യുക. ബ്രെഡ് ബോർഡ് ഇവിടെ കൊണ്ടുവച്ചു. ഇനി ഇതിലേക്ക് പവർ സപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് 9 വോൾട്ട് ബാറ്ററിയാണ് ഈ ബ്രെഡ് ബോർഡിലേക്ക് പവർ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 9 വോൾട്ട് ബാറ്ററി സെലക്ട് ചെയ്യാം. ഇവിടെ കൊണ്ടുവെക്കാം. ബാറ്ററിയുടെ പോസിറ്റീവ് പോളിൽ നിന്ന് ബ്രെഡ് ബോർഡിന്റെ സപ്ലൈ ഏരിയയുടെ പോസിറ്റീവ് ഭാഗത്തേക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. അതേപോലെ നെഗറ്റീവ് പോളിൽ നിന്ന് നമുക്ക് സപ്ലൈ ഏരിയയിലെ നെഗറ്റീവ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണക്ഷൻ കൊടുക്കാം. തൽക്കാലത്തേക്ക് ഈ ഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കാം. കളർ കോഡ് മാറ്റി കൊടുക്കാം കേബിളുകളുടെ. പോസിറ്റീവ് സൈഡിലേക്ക് റെഡും നെഗറ്റീവ് സൈഡിലേക്ക് ബ്ലാക്ക് കേബിൾ ആണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ കളർ മാറ്റി. നമുക്കിനിയും എന്താണ് ആവശ്യം? ഇപ്പോ ഈ ഭാഗത്താണ് നെഗറ്റീവ് ചാർജ് വരുന്നത്, അതുകൊണ്ടത് ഇവിടെയും എത്തിക്കണം. ഈ ഏരിയയിൽ നിന്നൊരു കേബിൾ, ജമ്പർ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അതുപോലെ പോസിറ്റീവ് ചാർജ് ഇവിടെയാണുള്ളത്, അതിനെ മറുവശത്തേക്ക് എത്തിക്കണം. ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തു. ഗ്രൗണ്ട് കണക്ഷൻ ഉപയോഗിക്കുന്ന കേബിളിന്റെ കളറ് ഞാൻ ബ്ലാക്കിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് LED സെലക്ട് ചെയ്യാം. ആദ്യം ഒരു LED എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അതിന്റെ കളർ റെഡ് എന്നാണ് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമതൊരു LED കൂടി എടുക്കാം. അതിനെ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ആ LED നിറം നമുക്ക് മാറ്റാം. യെല്ലോ കളറിലേക്ക് മാറ്റി. വീണ്ടും മൂന്നാമതൊരു LED കൂടി എടുക്കുന്നു. അതിനിവിടെ വെച്ചു. അതിന് നിറം മാറ്റാം. ബ്ലൂ കളറിലേക്ക് മാറ്റി. അടുത്തൊരു LED എടുക്കുന്നു. അതിനിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അതിന് നിറം മാറ്റാം. നമുക്ക് വൈറ്റ് കളറിലേക്ക് മാറ്റാം. വീണ്ടും ഒരു LED കൂടെ നമുക്ക് എടുക്കാം. അതിനിവിടെ പ്ലേസ് ചെയ്യാം. അതിന്റെ നിറം നമുക്ക് ഗ്രീൻ ആയിട്ട് കൊടുക്കാം. 5 LED ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. റെസിസ്റ്റർ തൽക്കാലം കൊടുക്കേണ്ട ആവശ്യം വരില്ല, കാരണം ഇത് 9 വോൾട്ട് ബാറ്ററിയിൽ നിന്നാണ് പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 5 LED സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. അതുകൊണ്ട് റെസിസ്റ്ററിന്റെ ആവശ്യം ഈ സർക്യൂട്ടിൽ വരുന്നില്ല. നമുക്കിനി ജമ്പർ കേബിൾ ഉപയോഗിച്ച് പരസ്പരം കണക്ട് ചെയ്യാം. ഈ റെഡ് കളറിലെ LED ആനോഡിൽ നിന്ന് നമുക്ക് യെല്ലോ കളറിലെ LED കാതോഡിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. ഇനിയും യെല്ലോ കളറിലുള്ള LED ആനോഡിൽ നിന്ന് അടുത്ത കണക്ഷൻ ബ്ലൂ കളറിലുള്ള LED കാതോഡിലേക്കാണ് വേണ്ടിയത്. അങ്ങനെ ജമ്പർ കേബിൾ ഉപയോഗിച്ച് എല്ലാ LED പരസ്പരം കണക്ട് ചെയ്യുക. ഇപ്പോ 5 LED കണക്റ്റഡ് ആണ്. ഇനി എന്താണ് വേണ്ടിയത്? റെഡ് കളറിലുള്ള LED കാതോഡിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കണം. ഗ്രൗണ്ടിൽ നിന്നുള്ള കണക്ഷനാണ് അങ്ങോട്ട് വരേണ്ടത്. നെഗറ്റീവ് പോളിൽ നിന്നുള്ള കണക്ഷനാണ് വരേണ്ടത്. അത് കൊടുത്തു. ഇനി എന്താണ്? ഗ്രീൻ കളറിലെ LED ആനോഡിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് പോളിലേക്ക്, ബാറ്ററിയുടെ പോസിറ്റീവ് പോളുമായിട്ട് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി ഈ ഭാഗത്തുനിന്ന് കണക്ഷൻ എടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. ഓക്കെ, പോസിറ്റീവ് പോളിലേക്കുള്ള കണക്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന കേബിളിന്റെ നിറം നമുക്ക് മാറ്റാം. അത് റെഡ് കളറിലേക്ക് മാറ്റി. ബാക്കിയുള്ള കേബിളുകളുടെ നിറം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് പരിശോധിക്കണം, ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി. കറക്റ്റായിട്ട് തെളിയുന്നുണ്ടോ, LED തെളിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് സിമുലേഷൻ
ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. സ്റ്റാർട്ട് സിമുലേഷൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ LED-കളും തെളിഞ്ഞിട്ടുണ്ട്. LED-കൾ കേടായി പോയിട്ടില്ല, കാരണം 9 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് 5 LED-കളിലേക്കും ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം അത് സീരീസ് കണക്ഷൻ ആണ്. അതുകൊണ്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. കറണ്ട് എല്ലാത്തിനും ഒരുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് LED-കൾക്കൊന്നും തന്നെ ഇവിടെ കേട് വരാത്തത്. അതേസമയം എണ്ണത്തിൽ കുറവ് വരുത്തിയാൽ, ഇപ്പൊ ഒരു 3 LED വരെ മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ LED കണക്ഷനകത്ത് റെസിസ്റ്റർ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അത് കത്തിപ്പോകും. ഇതേപോലെ LED-കളെ പാരലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ എങ്ങനെയായിരിക്കും പാരലൽ കണക്ഷൻ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ.